ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസമാണ് ഈ കാര്യം ഞാൻ അറിഞ്ഞത്. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. നമ്മുടെ ക്ലബിൻ്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കായിരുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു, എന്നിട്ടും സമയം കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഹയർച്ച് ഒളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഹൈറിച്ചിൽ ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 10,000-കണക്കിന് ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർക്കൊന്നും അത് തന്നെ ഒരു പ്രശ്നമല്ല. അവർ എത്ര കാലം വരെ കാത്തിരിക്കാനും തയ്യാറാണ്. പക്ഷേങ്കിൽ ചില കാത്തിരിക്കാൻ തയ്യാറല്ലാത്ത 50ഓളം ഹൈറിച്ചിൻ്റെ ലീഡർമാരെ ഇവരുടെ കേസ് ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്ന വക്കീലന്മാരെ കാണാൻ പോയ ഒരു കഥയാണ്. രസകരമായ ഒരു കഥയാണ്. അപ്പോൾ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആഹ്വാനം ചെയ്യുന്നു, നമുക്ക് ലീഡർമാരെ ഒന്നും വിശ്വാസമില്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല, നമുക്ക് ഈ കേസ് നടത്തിക്കുന്ന വക്കീലന്മാരെ തന്നെ പോയി കണ്ട് കാര്യങ്ങൾ അറിയാം. എന്നുവെച്ചാൽ ഇവർക്ക് അത്രയും പ്രഷറാണ്. ഒരുപാട് ആൾക്കാർ ഈ ഉള്ളതൊക്കെ വിറ്റുപെറുക്കി ഇവർ പറ്റിച്ച ആൾക്കാർക്ക് പണം കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ വലിയ ലീഡർമാർ ഒഴിഞ്ഞതുപോലെ ഇവർക്ക് ഒഴിയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവർക്ക് അടുത്തുള്ള ആൾക്കാരെയാണ് ചേർത്തിരിക്കുന്നത്. ഇവരുടെ നാട്ടിൽ കാണുന്ന ആൾക്കാരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവന്മാർ അറിഞ്ഞോ അറിയാതെയോ പറ്റിച്ചത്. അപ്പോൾ അവർക്കൊക്കെ പണം കൊടുത്ത് ഇവർ ആകെ വിഷമത്തിലായി. അപ്പോൾ അവരെ എല്ലാം കൂട്ടി ഇവരുടെ കേസ് നടത്തുന്ന വക്കീലന്മാരെ കാണാൻ പോയി. ഇവർ വണ്ടി പിടിച്ചാണ് പോയിരിക്കുന്നത്. വക്കീലന്മാർ കാണാൻ പോയപ്പോൾ എല്ലാവരും വരിയായി വക്കീലിൻ്റെ ഓഫീസിൽ കയറാൻ പോയപ്പോൾ വക്കീൽ ചോദിച്ചു, എവിടേക്കാ പോകുന്നത് എല്ലാവരും? നമ്മൾ ഹൈറിച്ചിൻ്റെ ലീഡർമാരാണ്, നമ്മൾ ഹൈറിച്ചിൻ്റെ കേസ് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ഇത്, നിങ്ങൾ ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡറെയോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയും. നിങ്ങളല്ല ഈ കേസ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യം നമുക്ക് ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും ഇവർ സമ്മതിച്ചില്ല. അവർ അപമാനിതരായി. പിന്നെ പോയിട്ട് പറഞ്ഞു, സാറേ നമ്മൾ അങ്ങനെ വന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഈ കാര്യത്തെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഒരു 2 ആൾ ഇങ്ങോട്ട് വരൂ, നമുക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തരാം, നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, നമ്മുടെ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തരാം എന്നുള്ള കാര്യങ്ങൾ ആ 2 പേർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന വളരെ ഭയങ്കര ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് കോടതിയോട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ബഡ്സിലല്ല എന്ന് പറയുന്നു. നമ്മുടെ വക്കീൽ അങ്ങനെ പറഞ്ഞു. ആശ്ചര്യപ്പെട്ടു. അയ്യോ, നിങ്ങൾ എങ്ങനെയാണ് ബഡ്സിൽ പെടുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവരുടെ 150 പേജുള്ള ആ ഒരു അപ്പീൽ ഫയലുണ്ടല്ലോ, അപ്പീൽ ഫയലിൽ ഇവർ എല്ലാ വരികളിലും പറയുന്നത് നമ്മൾ ബഡ്സിൽ പെടൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇവർ എങ്ങനെയാണ് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്വീകരിച്ചവരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്? അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ അവരവിടെ നിന്ന് അപമാനിതരായി തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇനി അവർ പോകുന്നത് നമ്മുടെ മറ്റേ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. മറ്റേ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും വണ്ടി പിടിച്ചിട്ടുണ്ട്, വണ്ടിക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരോട് ചോദിക്കാനുള്ളത് നമ്മളെങ്ങനെ കേസ് തോറ്റുപോയി എന്നുള്ളതാണ്. കേസ് തോറ്റുപോയത് വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾക്ക് ഇനിയും ഇത് അറിയില്ലെങ്കിൽ കാര്യം പറയാം. നിങ്ങൾ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ കേസ് തോറ്റുപോയത്. പലവിധ ബോണ്ടുകൾ, ഗ്രോസറി ബോണ്ട്,
DSCO ബോണ്ട്, അതുപോലെ തന്നെ മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട്, അങ്ങനെയുള്ള പല പല ബോണ്ടുകളും വാങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ ID എന്ന് പറയുന്ന മണി ചെയിൻ ചെയ്തിട്ടുണ്ട്. മണി ചെയിൻ, എല്ലാ മണി ചെയിൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കേസ് തോറ്റത്. അതുകൊണ്ട് നിങ്ങൾ സീനിയർ വക്കീലിനെ ഒന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം കണ്ണാടീൻ്റെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി എങ്ങനെയാണ് നമ്മൾ കേസ് തോറ്റുപോയത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ പൈസയും, കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ പൈസയും അത് മണി ചെയിനായിരുന്നു. മണി ചെയിൻ്റെ വിഹിതമായിരുന്നു കമ്പനി കിട്ടേണ്ട വിഹിതം. 18 ലെവലിലാണ് നിങ്ങൾ ഈ പൈസ വീതിച്ചെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ്, വക്കീൽ പോലും അറിയില്ല ഇതൊന്നും. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ബുദ്ധിയുള്ളവർ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ പറയുന്നത് വെറും 42 FIR ആണ് ഉള്ളത് എന്നാണ്. പക്ഷേങ്കിൽ 42ൻ്റെയൊക്കെ ഇരട്ടി FIRകൾ ഇപ്പോൾ ദിനം പ്രതി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആൾക്കാർ രജിസ്റ്റർ ചെയ്യുന്നു, ഈ പരാതിക്കാരൻ മുന്നോട്ട് വരുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടപെടുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് ഇനി എന്തായാലും 2-ാം തീയതി മാത്രമേ കേസുള്ളൂ. അതിനു മുമ്പേ ഇവരുടെ അനാവശ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ IPLും മറ്റ് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, നമ്മുടേതായ കാര്യങ്ങൾ കാണട്ടെ. ബായ്. നിങ്ങൾ ഇതുപോലെ തന്നെ ആൾക്കാർ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയും നോക്കിക്കോളൂ. ബായ്. ഹൈറിച്ച് ഒളികളെ, നമസ്കാരം.